അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുത്തുനബിയുടെ സ്വഹാബാക്കളിലെ പ്രമുഖരായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹും അബൂ സഈദ് റളിയല്ലാഹു അൻഹും രണ്ടാലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞു, നമ്മളോട് പഠിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ആവേശത്തോടുകൂടെ രണ്ട് സ്വഹാബാക്കൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കാണാം. മുത്തുനബി പറഞ്ഞു, ഇന്നല്ലാഹ ഇസ്തഫാ മിനൽ കലാമി അർബഅ, അള്ളാഹു സംസാരങ്ങളിൽ നിന്ന് ഒരു 4 സംസാരങ്ങൾ അള്ളാഹു തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു മോമിൻ്റെ വായിൽ നിന്ന് വരുന്ന സംസാരങ്ങളിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു 4 സംസാരങ്ങൾ, 4 വാക്കുകൾ അള്ളാഹുവിന് ഏറെ ഇഷ്ടമാണ്. അതിന് വല്ലാത്ത കൂലിയാണ്, വല്ലാത്ത പ്രതിഫലമാണ്. അങ്ങനെയുള്ള ഒരു 4 കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരട്ടെയോ സ്വഹാബ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബി പറയുന്നു, അതേ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നുള്ള ദിക്ർ നിങ്ങൾ ചൊല്ലണം. എന്നിട്ട് മുത്തുനബി പറയുന്നു, അത്ര പറഞ്ഞ് മുത്തുനബി നിർത്തിയില്ല. മുത്തുനബി പറയുന്നു, ഓരോരോ ദിക്റിനെ വിശദീകരിച്ചുകൊണ്ട് മുത്തുനബി പറയാം, സുബ്ഹാനല്ലാഹി കുതിബ ലഹു 20 ഹസന വഹുത്തത് അൻഹു 20 സയ്യിഅ. ഒരാൾ ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിലേക്ക് ഒരു 20 ഹസനാത്തുകൾ അള്ളാഹു എഴുതപ്പെടുകയാണ്. അതോടുകൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്ന ഒരു 20 ദോഷങ്ങൾ അള്ളാഹു പൊറുക്കപ്പെടുകയാണ്. കേവലം ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാലുള്ള പ്രതിഫലമാണ് മുത്തുനബി നമ്മെ ഓർമ്മപ്പെടുത്തിയത്. പറയുന്നത് മുത്തുനബിയാണ്, ഒരിക്കലും വെറുതെയാകാൻ ഒരു നിരക്കും സാധ്യതയില്ലാത്ത വാക്കുകളാണ് മുത്തുനബി പറയുന്നു. വീണ്ടും പറയുന്നു, വമൻ ഖാല അല്ലാഹു അക്ബർ മിസ്ലു ദാലിക, ഒരാൾ ഒരു അല്ലാഹു അക്ബർ പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് 20 നന്മകൾ അവന് എഴുതപ്പെടുകയും ഒരു 20 ദോഷങ്ങൾ അവൽ നിന്ന് മായ്ച്ചു കളയുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ വമൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതേപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്റും അതേ എങ്ങനെ പറഞ്ഞാൽ അതേ ഫമിസ്ലു ദാലിക, അതും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ 4 ദിക്റുകൾ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നുള്ള ഈ ദിക്റുകൾ 4 ദിക്റുകളും ഓരോന്നിനെ ഓരോരു പ്രാവശ്യം പറഞ്ഞാൽ ഓരോരോ ദിക്റുകൾ ചൊല്ലിയതിൻ്റെ പേരിൽ അതേ അവനിക്ക് 20 ഹസനാത്തുകൾ എഴുതപ്പെടുകയും ഒരു 20 തെറ്റുകൾ അവൻ്റെ ജീവിതത്തിൽ നിന്ന് അള്ളാഹു മായ്ച്ചു കളയുകയും ചെയ്യുന്നു എന്ന് മുത്തുനബി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെയാണ് വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ടത്. മുത്തുനബി എത്രമാത്രം ഗൗരവത്തിലാണ് ഈ 4 ദിക്റുകളെക്കുറിച്ച് മുത്തുനബി പഠിപ്പിക്കുകയും അതിനെ വളരെ ആവേശത്തോടു കൂടെയാണ് സ്വഹാബാക്കളായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹും അബൂ സഈദ് റളിയല്ലാഹു അൻഹു കേട്ടിരിക്കുകയും അതിനെ ലോകത്തോടു കൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെത്രമാത്രം മുത്തുനബിയുടെ വാക്കിനിക്ക് അവരെ വില കൽപ്പിച്ചിരുന്നു എന്ന് മനസ്സിലാക്കണം. കാരണം മുത്തുനബിയാണ് പറഞ്ഞത്, ആരോ എന്തോ തോന്നിയത് എവിടെയോ പറഞ്ഞതൊന്നുമല്ല. മുത്തുനബിയുടെ ആ ഷറഫാക്കപ്പെട്ട നാക്കിലൂടെ പറഞ്ഞ വാക്കുകളാണ്. കേവലം ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ, കേവലം ഒരു അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ, കേവലം ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ, കേവലം ഒരു അല്ലാഹു അക്ബർ പറഞ്ഞാൽ എന്തുമാത്രം കൂലികളാണ്, എന്തുമാത്രം പ്രതിഫലമാണ് അള്ളാഹു നൽകുക. വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കണം. കേവലം ഒരു പ്രാവശ്യം പറഞ്ഞാലാണ്. അപ്പോൾ ഈ ദിക്റുകൾ കേവലം ഒരു ദിവസം ഒരു 10 തവണയോ അല്ലെങ്കിൽ ഒരു 100 തവണയോ നമ്മുടെ ജീവിതത്തിൽ നാം പതിവാക്കുകയാണെങ്കിൽ എന്തുമാത്രം പൊരിശയാണ്, എന്തുമാത്രം ശ്രേഷ്ഠതയാണെന്ന് വളരെ ഗൗരവത്തോടു കൂടെ നാം മനസ്സിലാക്കണം. ഒരിക്കലും നാം നഷ്ടപ്പെടുത്തരുത്. മുത്തുനബി നമുക്കാവശ്യമുള്ളതൊക്കെയും മുത്തുനബി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നാം അതിനെ ലാഘവത്തോടു കൂടെ കണ്ടാൽ, നിസാരതയോടു കൂടെ കണ്ടാൽ നമുക്കെല്ലാം നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ആ കൂട്ടിൽ നാം പെട്ടുപോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയുടെ എല്ലാ പറച്ചിലുകളും എല്ലാ വാക്കുകളും
വളരെ ഗൗരവത്തോടു കൂടെ കാണാനും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.